ഗാന്ധി ഘാതകരുടെ മനോഭാവം എന്ന ഈ വിഷയത്തിൽ തുഷാർ ഗാന്ധിയെ തടഞ്ഞ ശേഷം പ്രതികരിച്ചത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയാണ്. ഗാന്ധിയെ വധിച്ചവരുടെ മനോഭാവത്തിൽ നിന്നുണ്ടായതാണ് ഈ ആക്രമണം, അല്ലെങ്കിൽ അവർ തടയുന്ന രീതിയെന്ന്. അത് ആ മനോഭാവമാണെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. നമുക്കറിയാം ആ പരിപാടി എന്താണെന്നൊക്കെ വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. 2 തവണയാണ് അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചത്. അദ്ദേഹം അപ്പോഴൊക്കെ തന്നെ ഞാൻ പറഞ്ഞ നിലപാടിൽ, പറഞ്ഞ വാചകങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പറഞ്ഞു. RSS മുർദാബാദ്, ഗാന്ധിജി സിന്ദാബാദ് എന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം BJP നേതാക്കളിൽ നിന്ന് വന്നിരിക്കുന്ന വളരെ പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. വല്ലാതെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണം നമ്മൾ കണ്ടതാണ്. തലച്ചോറും നാവും അർബൻ നക്സലൈറ്റുകൾക്കും രാജ്യദ്രോഹികൾക്കും പണയം വെച്ചയാൾ ആണ് എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു മാനസിക രോഗിയാണ് എന്ന് പോലും BJPയുടെ സംസ്ഥാന സെക്രട്ടറി S. സുരേഷ് പറഞ്ഞിട്ടുണ്ട്. ഇതായിരുന്നു ഇന്നലെ വന്ന പ്രതികരണങ്ങൾ. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ RSSന്റെ 100 വർഷ ചരിത്രം, 100 വർഷത്തിലേക്ക് എത്തുകയാണല്ലോ. 100 വർഷ ചരിത്രം മനസ്സിലാക്കുന്ന ആർക്കും തോന്നുന്ന കാര്യം തന്നെയാണ് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ അരുൺ മണിലാൽ ഗാന്ധിയുടെ മകൻ തുഷാർ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അതിലൊരു പുതിയ കാര്യവുമില്ല. ഇന്ത്യയുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന ക്യാൻസറാണ് RSS എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അത് പലതവണ ആവർത്തിക്കുകയും ചെയ്തു. അത് യഥാർത്ഥത്തിൽ RSS ഇന്ത്യൻ സമൂഹത്തിൽ എന്തൊക്കെ ചെയ്തിരിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പരിശോധിച്ചാൽ നമ്മൾ ഇതേ ഉത്തരത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. ചിലത് ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചു. ഈ RSS എന്ന സംഘടനയെ, അർദ്ധ സൈനിക സ്വഭാവമുള്ള ഈ സംഘടനയെ ഇടതുപക്ഷം വിളിക്കുന്നത് ഫാസിസ്റ്റ് സംഘടന എന്നാണല്ലോ. അപ്പോൾ ഈ RSS എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സമൂഹത്തിൽ ചെയ്തിട്ടുള്ളതെന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഈ രാജ്യത്തെ തൊഴിലില്ലായ്മയെക്കുറിച്ച് RSS പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ രാജ്യത്തെ അരികുവൽക്കരിക്കപ്പെട്ടവരെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. RSSന്റെ പ്രതികരണം ഒരു പ്രത്യേക കാര്യങ്ങൾക്ക് മാത്രമായിട്ടാണ് വരാറ്. അത് മതവിഭാഗീയത ഉയർത്തി സമൂഹത്തെ നെടുകെ പുലർത്തുന്ന പ്രതികരണങ്ങളാണ് പല ഘട്ടത്തിലും RSSൻ്റേതായിട്ടുള്ള പ്രതികരണമായിട്ട് വരാറുള്ളത്. അതിനാണ് നമ്മുടെ ശക്തിയും ഊർജ്ജവും ചെലവഴിക്കേണ്ടത് എന്ന് സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ പറഞ്ഞ കാര്യം നമ്മളിപ്പോൾ വ്യക്തമായും കണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ പിന്നിലും ജനം അണിനിരുന്നിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പിന്നിലും ജനം അണിനിരുന്നിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു. അപ്പോൾ അതിലേക്ക് ഊർജ്ജം മാറ്റി വെക്കേണ്ടതില്ല. ആ ഊർജ്ജം നമ്മൾ സംഭരിച്ച ആഭ്യന്തര ശത്രുക്കളായ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും എതിരെ ഉപയോഗിക്കാനുള്ളതാണ് ആ ഊർജ്ജം എന്ന് പറഞ്ഞത് ഗോൾവാൾക്കറാണ്. അത് ഗോൾവാൾക്കർ എന്നൊരു വ്യക്തിയുടെ ആശയമല്ല, അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് വന്നിരിക്കുന്ന പ്രതികരണമാണ്. അപ്പോൾ അത് നമ്മൾ അന്ന് കണ്ടതാണ്. അപ്പോൾ ഇത് ഗോൾവാൾക്കർ പറഞ്ഞത് മാത്രം, ഗോൾവാൾക്കർ എന്ന ഒറ്റ നേതാവിൻ്റെ പ്രതികരണമല്ല, അതിൻ്റെ അടിത്തറ എന്നുള്ളത് വെറുപ്പാണ്. ആ വെറുപ്പാണ് ഓരോ ഘട്ടത്തിലായും പ്രതികരണമായി നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഇത് ഈ തുഷാർ ഗാന്ധി എന്നൊരൊറ്റ നേതാവ് പറഞ്ഞിട്ടുള്ള പല കാലങ്ങളായി നമ്മുടെ രാഷ്ട്രതന്ത്രജ്ഞർ പ്രതികരിച്ചിട്ടുള്ള വിഷയം തന്നെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്തേക്ക് തിരിച്ചെത്തുകയാണെങ്കിൽ, ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞത്, ഇന്നത്തേക്ക് എത്തുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഹോളിയാണല്ലോ. ഈ ഹോളി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ BJP നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങൾ കൂടി കാണേണ്ടതുണ്ട്. അപ്പോൾ ഈ ആശയം എങ്ങനെയൊക്കെയാണ് ഈ കാലാകാലങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാകും. ഹോളിയുമായി ബന്ധപ്പെട്ട് ബീഹാറിലെ BJP MLA ഹരിഭൂഷൺ ഠാക്കൂർ പറഞ്ഞിരിക്കുന്നത്, ഹോളി സമയത്ത് മുസ്ലിങ്ങൾ വീട്ടിലിരുന്നാൽ മതി, പുറത്തേക്ക് ഇറങ്ങണ്ട, പള്ളികളൊക്കെ മൂടിയിടുക, തുണി വെച്ച് മൂടുക എന്നാണ് പറഞ്ഞത്. ഇനി ഇതേ മനോഭാവത്തോടു കൂടി ബംഗാളിലെ BJP നേതാവ് സുവേന്ദു അധികാരി പറഞ്ഞിരിക്കുന്നത്, നമ്മൾ അധികാരത്തിൽ വരികയാണെങ്കിൽ മുഴുവൻ മുസ്ലിം MLA-മാരെയും പുറത്താക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് സുവേന്ദു അധികാരിയുടെയോ ഹരിഭൂഷൺ ഠാക്കൂറിൻ്റെയോ വ്യക്തിപരമായ അഭിപ്രായമല്ലല്ലോ, ഒരു പ്രത്യയശാസ്ത്രമാണ്. ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രതികരണമായിട്ട് തന്നെയാണ് അത് വന്നിരിക്കുന്നത്. ഇനി ഗാന്ധിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, ഗാന്ധിയുമായി ബന്ധപ്പെട്ട് RSSന് പ്രശ്നങ്ങളുണ്ട്. ഗാന്ധി RSSന് പ്രശ്നം തന്നെയാണ്. ഗാന്ധിയെ ചില സമയത്ത് പുകഴ്ത്തും, ഗാന്ധിയെ ചില സമയത്ത് ഇകഴ്ത്തും. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഗോഡ്സെയെ ആരാധിക്കുന്നവരുണ്ട്, ഗോഡ്സെയെ പുകഴ്ത്തുന്നവരുണ്ട്. ഗോഡ്സെയെ ആരാധിക്കുകയും പോഴ്ത്തുകയും ചെയ്തിരിക്കുന്ന നേതാക്കൾക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാത്ത സംവിധാനങ്ങളും രീതികളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ളതാണല്ലോ. അപ്പോൾ പിന്നെ ഈ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ, ഈ സവർക്കർ കേസിൽ പ്രതിയായിരുന്നു, അന്ന് തെളിവില്ലാത്തതുകൊണ്ട് വിട്ടതാണ്. കപൂർ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തിയതാണ്. പക്ഷേ അതിനപ്പുറം മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ ഇത് എല്ലാം RSS എന്നൊരു സംഘടനയല്ല, അതിൻ്റെ തുടർച്ചയായി അതിനോട് ചേർന്ന് നിൽക്കുന്ന മുഴുവൻ ഹിന്ദുത്വം ഒരു ആശയമായി കൊണ്ടു നടക്കുന്ന എല്ലാ സംഘടനകളും എടുക്കുന്ന സമീപനമാണ്. അത് പല രീതിയിൽ, പല രൂപത്തിൽ, പല തീവ്രതയിൽ അത് പ്രതിഫലിക്കും എന്നുള്ളതാണ്. അപ്പോൾ RSSുമായി ബന്ധപ്പെട്ട് തുഷാർ ഗാന്ധി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ വന്ന് പറയുമ്പോൾ അതിനെ ചെറുക്കാനുള്ള ശബ്ദം ഇവിടെയുണ്ട്. അത് ഒരുമിച്ച് തന്നെ ജനാധിപത്യവാദികൾ അതിനെ എതിർക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രതീക്ഷ
നൽകുന്ന കാര്യം. അതുകൊണ്ടാണ് തുഷാർ ഗാന്ധി പറഞ്ഞത്, എനിക്ക് അവരോട് വ്യക്തിപരമായ എതിർപ്പില്ല, ഞാൻ പറയുന്ന ആശയമാണ്, എനിക്ക് ആർക്കെതിരെയും കേസ് കൊടുക്കേണ്ട കാര്യമില്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, അവർക്ക് ചെയ്യാനുള്ളത് ചെയ്തു എന്ന രൂപത്തിൽ തുഷാർ ഗാന്ധി അതിനെ കണ്ടത്. പക്ഷേ കേരളത്തിൽ വന്ന് ഇങ്ങനെയൊരു പ്രതികരണം നടത്തിയാൽ എന്താണ് അതിനുള്ള മറുപടി എന്നുള്ള കൃത്യമായ സന്ദേശമാണ് കേരളം നൽകിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. Meet the editors.